നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. കൊടകരയിൽ വൻ രാസലഹരി വേട്ട. പാഴ്സൽ സർവീസിന്റെ മറവിൽ ലോറിയിൽ കടത്തുകയായിരുന്ന MDMAയും 4 LSD സ്റ്റാമ്പുമായി ഒരാൾ പിടിയിൽ. ചന്ദ്രപ്പിന്നി എടമുട്ടം പുളിഞ്ചോട് സ്വദേശി മംഗലത്ത് വീട്ടിൽ മുഹമ്മദ് ഫാസിലിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘവും കൊടകര പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ഇയാൾ ഓടിച്ചിരുന്ന ലോറിയിൽ നിന്ന് 198.3 ഗ്രാം MDMAയും 4 LSD സ്റ്റാമ്പുകളും പോലീസ് പിടിച്ചെടുത്തു. ലഹരിമരുന്നും വാഹനവും കസ്റ്റഡിയിലെടുത്തു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ദേശീയപാതയിൽ കൊടകര പേരാമ്പ്ര ഫ്ലൈ ഓവറിന് സമീപം വെള്ളിയാഴ്ച പുലർച്ചെ 2:45 നടത്തിയ പരിശോധനയിലാണ് വൻ രാസലഹരി ശേഖരം പിടികൂടിയത്. ലോറിയിലെ കാർഗോ ബോക്സുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരിമരുന്ന് കണ്ടെത്തിയത്. കളമശ്ശേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എയർ കാർഗോ പാഴ്സൽ കമ്പനിയിലെ ഡ്രൈവറാണ് പിടിയിലായ മുഹമ്മദ് ഫാസിൽ. കഴിഞ്ഞ 1 വർഷമായി ഇയാൾ ഇവിടെ ജോലി ചെയ്തു വരികയാണ്. ബാംഗ്ലൂരിൽ നിന്ന് പാഴ്സലുകൾക്കൊപ്പം ലഹരിമരുന്നും ലോറിയിൽ കയറ്റി എറണാകുളം കേന്ദ്രീകരിച്ച വൻകിട ഇടപാടുകാർക്കും യുവാക്കൾക്കും വിതരണം ചെയ്യുന്നതാണ് ഇയാളുടെ രീതി. ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ SI-മാരായ P. ജയകൃഷ്ണൻ, സതീശം മടപ്പാട്ടിൽ, PM മൂസ, TR ഷൈൻ, ASI-മാരായ VU സിൽജോ, ലിജു ഇയാനി, AU റെജി, MJ ബിനു, ES ജീവൻ, CK ബിജു, SCPO-മാരായ സോണി PX, CPO-മാരായ AB നിഷാന്ത്, KJ ഷിൻഡോ, സുർജിത് സാഗർ, EA ശ്രീജിത്ത്, കൊടകര പോലീസ് സ്റ്റേഷൻ SHO ജെർലിൻ V. സ്കറിയ, വെള്ളിക്കുളങ്ങര CI KK ഷബാബ്, കൊടകര SI-മാരായ MB അരുൾ, PR സുധീഷ്, CPO-മാരായ AR രജിത്, EA ശ്രീനാഥ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കേരള നിയമസഭയുടെ 25ാം സ്പീക്കറായി മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തിരഞ്ഞെടുത്തു. 101 വോട്ടുകളാണ് കോട്ടയം MLA-യായ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ലഭിച്ചത്. LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 വോട്ടും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടുകളുമാണ് ലഭിച്ചത്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ആനയിച്ച് സ്പീക്കർ കസേരയിൽ ഇരുത്തി. ചരിത്രത്തിൽ ഇതാദ്യമായാണ് കേരള നിയമസഭയിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ BJP മത്സരിക്കുന്നത്. 50 വർഷത്തിലധികം നീണ്ട രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും 3.5 പതിറ്റാണ്ടിന്റെ പാർലമെന്ററി അനുഭവങ്ങളുടെയും പാരമ്പര്യത്തോടെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭാ സ്പീക്കറാകുന്നത്. നിലപാടുകളിലെ കാർക്കശ്യവും ഇടപെടലിലെ ലാളിത്യവുമാണ് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ തിരുവഞ്ചൂരിനെ വ്യത്യസ്തനാക്കുന്നത്. ജനകീയനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇത്തവണ കോട്ടയത്ത് നിന്ന് ജയിച്ചത് എതിർ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടുകളേക്കാൾ കൂടിയ ഭൂരിപക്ഷത്തിലാണ്. പുതുക്കാട് സെന്ററിൽ രാത്രികാലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകളിലും ഹോട്ടലുകളിലും ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. 12ഓളം കടകളിൽ നടത്തിയ പരിശോധനയിൽ വൃത്തിഹീനമായും ഹെൽത്ത് കാർഡ് ഇല്ലാതെയും പ്രവർത്തിക്കുന്ന 4 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. മലിനജലം പൊതുസ്ഥലത്തേക്ക് ഒഴുക്കിയതിനും പൊതുസ്ഥലത്ത് പ്ലാസ്റ്റിക് കത്തിച്ചതിനും 2 കടകൾക്ക് 7000 രൂപ പിഴ ചുമത്തി. തട്ടുകടകൾ കേന്ദ്രീകരിച്ച് രാത്രികാല പരിശോധനകൾ 10 ദിവസം കൂടുമ്പോൾ നടത്തുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പുതുക്കാട് താലൂക്ക് ആശുപത്രി ആരോഗ്യ വിഭാഗം ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ്, ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗീതുപ്രിയ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അബ്ദുൾ റസാഖ്, നിമ്മി, വിനോജ് എന്നിവരാണ് പരിശോധന നടത്തിയത്. നോട്ടീസ് എഴുതിക്കോ. അത് എവിടെ നമ്മുടെ പോലെ വൃത്തിപ്പെടുത്തിയുള്ള കട പറഞ്ഞുതരുമോ? നന്ദിപുലം നോർത്ത് സെന്റ് മേരീസ് പള്ളിയിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടികയറി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഫാദർ സിജോ കുരിശ്ശേരി കൊടിയേറ്റ് നിർവഹിച്ചു. വികാരി ഫാദർ മേജോ മങ്ങാട്ടിളയൻ സന്നിഹിതനായിരുന്നു. മെയ് 31 ഞായർ 10-ന് വിശുദ്ധ കുർബാന, പ്രദക്ഷിണം, തുടർന്ന് ഊട്ടുനേർച്ചയും ഉണ്ടായിരിക്കും.
കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,620 രൂപയും പവന് 1,16,960 രൂപയും രേഖപ്പെടുത്തി. കല്ലൂർ ഞെള്ളൂർ പൂക്കോടൻ മേരീസ് അന്തരിച്ചു. 57 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3-ന് കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ. പരേതനായ റാഫേലാണ് ഭർത്താവ്. ആന്റണി, യേശുദാസ് എന്നിവർ മക്കളും ഏഞ്ചൽ മരുമകളുമാണ്. പുതുക്കാട് തെക്കേത്തുറവ് കുറ്റിക്കാടൻ ഡേവിസ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:30-ന് പുതുക്കാട് സെയിന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ സംസ്കാരം. ബേബിയാണ് ഭാര്യ. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:30-ന് പുതുക്കാട് സെയിന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ. ബേബിയാണ് ഭാര്യ. സിറിൽ, റോസ്മോൾ എന്നിവർ മക്കളും സാഹിത്യ, അരുൺ എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.